ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഷിജു ആണ്. ഞാനിപ്പോൾ ഉള്ളത് നോർവേയിലാണ്. നല്ല തണുപ്പാണ്. കണ്ടില്ലേ, അവസ്ഥ കണ്ടില്ലേ? കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇത് ശകലം റിസ്കിയാണ് സംഗതി. ഡ്രൈവർമാരെ സംബന്ധിച്ചോളം ശകലം റിസ്ക്കാണ്, ട്രക്ക് ഡ്രൈവർമാരെ സംബന്ധിച്ചോളം. എനിവേ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ യൂറോപ്പിൽ എത്തി എന്നതിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം സൗദിയിലായിരുന്നു. സൗദിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ദുബായിൽ ഒരു ഏജൻസി വഴി ഞാനും എൻ്റെ 4 സുഹൃത്തുക്കളും കൂടെ ചേർന്നാണ് പേപ്പർ വർക്ക് ചെയ്തത്. ഏജൻസിയെക്കുറിച്ച് തിരക്കി, കുഴപ്പമില്ല എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ തിരക്കി, കുഴപ്പമില്ല എന്ന് കരുതിയാണ് അവർക്ക് പേയ്മെന്റ് കൊടുത്തത്. 6 മാസം കൊണ്ട് യൂറോപ്പിൽ എത്തിക്കാം എന്നുള്ള വാഗ്ദാനം അവർ തന്നു. അങ്ങനെ ഞങ്ങൾ 6 മാസവും കഴിഞ്ഞു, 8 മാസവും കഴിഞ്ഞു, ഒന്നും ആയില്ല. അപ്പോൾ മനസ്സിലായി ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന്. ദുബായ് ഏജൻസി ആയിരുന്നു. അപ്പം ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ കൂടെ പിൻ ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇനി ആരും പോയി അവരുടെ ചതിയിൽപ്പെടരുത്. സ്പൈനസ് മൈഗ്രേഷൻ എന്ന ഏജൻസിയാണ് ഞങ്ങളെ ചീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്നു. നാട്ടിൽ 1 വർഷം നിന്നു. അതിനിടയിലാണ് ഞാൻ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തിന്റെ കെയർ ഓഫിൽ, ദീപു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നിറയെ പേപ്പറുകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഇപ്പോൾ ഓൾറെഡി ഇവിടെ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ട്രക്ക് ഡ്രൈവറായിട്ട്. പുള്ളിയുടെ കെയർ ഓഫിൽ പേപ്പർ വർക്കെല്ലാം ചെയ്തു. ഏകദേശം 2 മാസം കൊണ്ട് എൻ്റെ എല്ലാം ക്ലിയർ ചെയ്തു. ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. പെട്ടെന്ന് തന്നെ VFSും കാര്യങ്ങളെല്ലാം എടുത്തു വന്നു. ഡിസംബറിൽ VSF എടുത്തു വന്നു. എല്ലാം ക്ലിയർ. സിംഗപ്പൂരാണ് ഞാൻ VSF ചെയ്തത് പോയി. അങ്ങനെ മാർച്ച് 5-ാം തീയതി ഞങ്ങൾ ലിത്വാനിയയിലേക്ക് ഫ്ലൈറ്റ് കയറി. ഇവിടെ വന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചു. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റും. നല്ലൊരു ഏജൻസി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നല്ലോണം കഷ്ടപ്പെടുക. കഷ്ടപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും അത് സാധ്യമാകും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഒടുവിൽ അത് സാധ്യമായി. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിന് പ്രതിഫലം കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.